ഗായ്സ് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത് മഴയിലായിരുന്നെങ്കിലും പിന്നെ ഫുള്ള് വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ട്, ഞാൻ അതിന് വേണ്ടി പോവാണ്. പക്ഷേ അതല്ല കേട്ടോ ഇന്നത്തെ വിശേഷം. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 10th ഗേൾസ് ഗ്യാങ്ങിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം ഇവരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോഴത്തെയും പോലെ ഇന്നും ഫുൾ ഗ്യാങ് ഇല്ല കേട്ടോ. പ്രാവശ്യം ഞാൻ കാണാൻ പോകുന്നത് കൃഷ്ണേന്ദുവിനെയും അമിതേനെയും ഏഞ്ചലിനെയൊക്കെയാണ് കേട്ടോ. ഏഞ്ചലൊന്നും എൻ്റെ വീട്ടിൽ അധികം ഒന്നും വരാറില്ല, കാരണം അവൾ നാട്ടിലേ ഉണ്ടാവാറില്ല. നട്ടുച്ച നേരത്താണ് ഞങ്ങൾ കണ്ടത്. ആ വെയിലും വിശപ്പും കൊണ്ട് ഞങ്ങൾ നേരെ പോയതൊരു കഫേക്കാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൊത്തം പ്ലാൻ ചെയ്തത്. പക്ഷെ എന്നാലും ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനലി ഞങ്ങൾക്ക് അൺഎക്സ്പെക്റ്റായി കണ്ട പോലെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2:30 ഞങ്ങൾ മീറ്റ് ചെയ്തത്. ആ സമയം വരെ 4 പേരും ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓരോ ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ള ഷേക്കും പിന്നെ ഞാനൊരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഷുഗർ കട്ടിലായതുകൊണ്ട് തന്നെ ഷുഗർ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഷേക്കൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലോഡഡ് ഫ്രൈസും പിന്നെ ബാക്കി എല്ലാവരും ഷവർമയും ഞാനൊരു ബർഗറും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് നന്നായിട്ട് നിറഞ്ഞു. അതുപോലെ തന്നെ കുറേ സംസാരിച്ചിട്ട് ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഗേൾസ് ഗ്യാങ് അധികമൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേര് ഞങ്ങൾ എപ്പോഴും കൂടുമ്പോൾ ഓർക്കാറുണ്ട് കേട്ടോ. പിന്നെ എപ്പോൾ കണ്ടാലും തീരാത്ത കഥകളും കളിയും ചിരിയൊക്കെ ആയിട്ട് ഞങ്ങൾ ആ സെയിം വൈബ് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എപ്പോൾ കാണാൻ പോകുമ്പോഴും ഞങ്ങൾ എന്നും പോകുന്നൊരു സ്ഥലമുണ്ട്. ഇത് അമിതേൻ്റെ അമ്മേൻ്റെ കടയാണ് കേട്ടോ. വണ്ടൂര് തന്നെ ഉള്ള ഒരു കടയാണ് കേട്ടോ. ഡൈനാമിക്സ് ഏജൻസി എന്നാണ് ഇതിൻ്റെ പേര്. പ്രമോഷനൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഇവിടെ അറിയുന്നതുകൊണ്ടും പിന്നെ അമിതേൻ്റെ അമ്മ കുറേ കാലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല പമ്പുകളും പൈപ്പുകളും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ നേരെ പൊതുവെ ഫാൻസിക്കായിരുന്നു, കാരണം ഏഞ്ചലിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സമയമായി. ഇനിയിപ്പോൾ എപ്പോഴാണ് കാണാനൊന്നും അറിയില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന റിലീഫ് ഭയങ്കര വലുതാണ് കേട്ടോ. ഫുൾ ഗ്യാങ് ഇല്ലായിരുന്നു എന്നുള്ളൊരു വിഷമം ഒഴിച്ചാൽ ഞങ്ങൾ 4 പേര് ഇന്നത്തെ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.